ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ദാൽ ചിക്കൻ ആട്ടോ. ഇത് ഇന്നലെ തന്നെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പിറ്റേ ദിവസം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ബസ്മതി റൈസ് വേവിച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതാ ഒരു അടിപൊളി ദാൽ ചിക്കൻ റൈസ് റെഡി ആയിട്ടോ. ഇതില്ല, ഇന്ന് ലഞ്ച് ബോക്സ് ആയിട്ട് ഇത് കൊടുത്തയക്കാന്ന് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ റാഗി ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ചൂട് സാമ്പാറും ചട്നിയും. ഈ റാഗി ദോശയുടെ റെസിപ്പി കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ കിട്ടുക, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് റാഗിയൊക്കെ കഴിക്കുന്നതെന്ന് തോന്നുന്നില്ല കേട്ടോ, നല്ല ഹെൽത്തി ആണേനും നല്ല ടേസ്റ്റും കേട്ടോ. സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ, അതല്ല ചിക്കൻ്റെ കൂടെ ആണെങ്കിൽ രസമാട്ടോ. ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് എപ്പോൾ ദോശ ഇടുമ്പോഴും ഒരു പ്രൗഡ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ, എന്നെക്കൊണ്ട് ഇത് പറ്റുന്നുണ്ട് എന്നുള്ളത്. കാരണം ഞാൻ ചെറുപ്പത്തിൽ കുറേ നോക്കിയിട്ടുള്ളത് ഈ ദോശ ഇടാൻ. അപ്പോൾ ഞാൻ ദോശ ഇടുമ്പോൾ ഇതിൻ്റെ പിന്നാലെ മാവും ഒപ്പം പോരും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ദോശ ഇടാൻ പറ്റില്ല.